സോ ഗൈസ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ. ഇതിലിപ്പോൾ എല്ലാ സംഭവങ്ങളും ഉണ്ട്. സോ ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഡിനോമിനേറ്റേഴ്സ് ഒക്കെ സെയിം ആക്കി കഴിഞ്ഞാൽ വെട്ടി 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 കോസ് വൈ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ്. സോ 1 നമുക്ക് അവിടെ തന്നെ ഇടാം. എന്നിട്ട് 1 മൈനസ് ബാക്കിയുള്ളതിനൊക്കെ നമുക്ക് ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കാം. ഫസ്റ്റ് നമുക്ക് 1 + കോസ് വൈനെ നമുക്ക് ബാക്കി 2 ന്യൂമറേറ്ററുകളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് വെക്കാം. അപ്പോൾ sin square y plus 1 + cos y the whole square മൈനസ് sin y ഇൻറ്റു 1 + cos y എന്ന് വന്നു. അപ്പോൾ 1 + cos y നമ്മൾ ബാക്കിയുള്ള ന്യൂമറേറ്ററുകളിലേക്ക് ആക്കി. ഇനി sin yനെ അങ്ങനെ ആക്കി കഴിയുമ്പോൾ sin square y മാറി sin cube y എന്നാവും. അതേപോലെ sin y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ sin square y എന്നും ആവും. ഇനി നമുക്ക് 1 മൈനസ് കോസ് വൈനെ ഇതേപോലെ ബാക്കി 2 ന്യൂമറേറ്ററുകളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ സൈൻ ക്യൂബ് വൈ ഇൻറ്റു 1 മൈനസ് കോസ് വൈ എന്ന് വരും. പ്ലസ് 1 + കോസ് വൈ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് കോസ് വൈ. ഇങ്ങനെയാണ് നമുക്ക് കിട്ടാം. സോ ഡിനോമിനേറ്ററുകളിലൊക്കെ നമ്മളപ്പോൾ എന്ത് ചെയ്യണം? 1 + കോസ് വൈ ഇൻറ്റു സൈൻ വൈ ഇൻറ്റു 1 മൈനസ് കോസ് വൈ എന്നും വരും. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് ഡിനോമിനേറ്ററൊക്കെ സെയിം ആക്കാൻ വേണ്ടി ന്യൂമറേറ്ററുകളിലേക്ക് ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ 1 + കോസ് വൈ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് കോസ് വൈ എന്നുണ്ട്. അത് നമുക്ക് 1 + കോസ് വൈ ഇൻറ്റു 1 + കോസ് വൈ ഇൻറ്റു 1 മൈനസ് കോസ് വൈ എന്ന് എഴുതാൻ പറ്റും അല്ലേ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ 1 + കോസ് വൈ ഇൻറ്റു 1 മൈനസ് കോസ് വൈ എന്താണ്? a+b ഇൻറ്റു a - b ആണല്ലോ. അപ്പോൾ നമ്മൾ a² - b², അതായത് 1² മൈനസ് കോസ് സ്ക്വയർ വൈ എന്ന് എഴുതും. അതായത് 1 മൈനസ് കോസ് സ്ക്വയർ വൈ എന്ന് എഴുതും. 1 മൈനസ് കോസ് സ്ക്വയർ വൈ എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ വൈ ആണ്. ഓക്കെ, ഈ മുകളിലത്തെ പോലെ തന്നെ അടിയിലും 1 + കോസ് വൈ ഇൻറ്റു 1 മൈനസ് കോസ് വൈനെ നമ്മൾ സൈൻ സ്ക്വയർ വൈ എന്ന് എഴുതും. ഓക്കെ, അതേപോലെ മുകളിലും അതെ സൈൻ സ്ക്വയർ വൈ ഇൻറ്റു 1 + കോസ് വൈ എന്ന് വന്നു. കണ്ടില്ലേ? ഇവിടെ ഇപ്പോൾ പ്ലസ് സൈൻ സ്ക്വയർ വൈ ഇൻറ്റു 1 + കോസ് വൈ മൈനസ് സൈൻ സ്ക്വയർ 1 ഇൻറ്റു 1 + കോസ് വൈ ഉണ്ട്. ഇത് രണ്ടും സെയിം സാധനങ്ങളാണ്. അത് കാരണം നമുക്കത് രണ്ടും വെട്ടിക്കളയാം. അതായത് a - a എന്ന് പറയുമ്പോൾ 0 ആണല്ലോ, അപ്പോൾ നമുക്കത് വെട്ടിക്കളയാമല്ലോ. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് എന്താ? 1 മൈനസ് സൈൻ ക്യൂബ് വൈ ഇൻറ്റു 1 മൈനസ് കോസ് വൈ ഡിവൈഡഡ് ബൈ സൈൻ ക്യൂബ് വൈ ആണ് വരിക. ഈ സൈൻ ക്യൂബ് വൈയും സൈൻ ക്യൂബ് വൈയും നമുക്ക് വെട്ടാം, സുഖമായിട്ട് വെട്ടാം. ബാക്കി വരുന്നെന്താ? 1 മൈനസ് ഇൻറ്റു 1 മൈനസ് കോസ് വൈ ആണ്. ഓക്കെ, ഈ ബ്രാക്കറ്റുകൾ നമ്മൾ ഇടാൻ മറക്കരുത്. നമ്മൾ വേഗം എഴുതുമ്പോൾ യൂഷ്വലി നമ്മൾ ബ്രാക്കറ്റ് ഇടാൻ മറക്കും. അപ്പോൾ നമുക്ക് ഈ മൈനസ് ഉള്ളിലേക്ക് കൊണ്ടുവരേണ്ട കാര്യം നമ്മൾ മറക്കും, അത് ഓട്ടോമാറ്റിക്കലി നടക്കും. അപ്പോൾ 1 മൈനസ് നമ്മൾ ഉള്ളിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യും? 1 മൈനസ് 1 പ്ലസ് കോസ് വൈ എന്നാവും അല്ലേ? ഈ 1 മൈനസ് 1 വെട്ടിക്കളയുമ്പോൾ ഉത്തരം നമുക്ക് കോസ് വൈ എന്ന് കിട്ടും. സോ LHS = RHS, ഹെൻസ് പ്രൂവ്ഡ്. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ sin x പ്ലസ് സൈൻ സ്ക്വയർ എക്സ് = 1 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതൊരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, വേറെ അപ്പുറത്തുള്ളത് cos raised to 8x പ്ലസ് 2 cos raised to 6x പ്ലസ് cos raised to 4x = 1 എന്നാണ്. ഓക്കെ, അത് നമ്മൾ പ്രൂവ് ചെയ്യണം. ഈ സാധനം, അതായത് അടിയിൽ തന്നിരിക്കുന്ന സാധനം നമ്മൾ പ്രൂവ് ചെയ്യണം. ഈ ഇഫ് കഴിഞ്ഞിട്ട് തന്നിരിക്കുന്ന സാധനം നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നിട്ടുള്ളതാണ്. ഓക്കെ, ഈ sin x പ്ലസ് സൈൻ സ്ക്വയർ എക്സ് = 1 എന്ന സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഈ സംഭവം പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇവിടെ ഇപ്പോൾ cos x-ൻ്റെ വാല്യൂലാണ് എല്ലാം തന്നിരിക്കുന്നത്. നമുക്കപ്പോൾ മുകളിലത്തെ സ്റ്റേറ്റ്മെൻറ്റും cos x-ൻ്റെ വാല്യൂവിലാക്കാം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് ആണ് കോസ് സ്ക്വയർ എക്സ് ആയിട്ട് വരുന്നത്. സോ നമ്മൾ ഈ സൈൻ സ്ക്വയർ എക്സിനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരും. അപ്പോൾ സൈൻ എക്സ് = 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് വരും അല്ലേ? അപ്പോൾ സൈൻ എക്സ് = കോസ് സ്ക്വയർ എക്സ് എന്ന് വന്നു. ഈ സംഭവം നമുക്ക് സൈഡിൽ എഴുതി കൊടുക്കാം. സൈൻ എക്സ് = കോസ് സ്ക്വയർ എക്സ്. എന്നിട്ട് നമുക്ക് അടിയിൽ തന്നിരിക്കുന്നത് പ്രൂവ് ചെയ്യാൻ തന്നിരിക്കുന്നതിൽ കോസ് സ്ക്വയർ എക്സിനെ കൊണ്ടുവരാം. അതായത് ഈ raised to 8 raised to 6 ഒക്കെ ആണല്ലോ, അതിനെ നമുക്ക് കോസ് സ്ക്വയർ എക്സ് ആക്കി എടുക്കാം. ഓക്കെ,
അതായത് അങ്ങനെ അങ്ങനെ വരുന്ന രീതിയിലേക്ക് നമ്മൾ ആക്കണം. എങ്ങനെയാക്കും? A² ദ ഹോൾ റേസ് ടു 3 എന്ന് പറയുന്നത് A² 2 × 3 ആണ്. ഓക്കെ, അതേ സെയിം ലോജിക്ക് യൂസ് ചെയ്തിട്ട് cos റേസ് ടു 8 നമ്മൾ cos റേസ് ടു 4 × 2 അല്ലെങ്കിൽ cos റേസ് ടു 2 × 4 എന്ന ഫോമിലേക്ക് ആക്കും. അപ്പോൾ cos റേസ് ടു 2 റേസ് ടു 4 എന്ന ഫോർമുലയിലേക്ക് ആക്കും. അതുപോലെ തന്നെ 2 × cos റേസ് ടു 6 മാറി cos റേസ് ടു 2 ദ ഹോൾ റേസ് ടു 3 എന്നാവും. പ്ലസ് cos റേസ് ടു 2 ദ ഹോൾ റേസ് ടു 2 എന്നാവും. ഇനി cos റേസ് ടു 2 എന്ന് പറഞ്ഞാൽ എന്താ? sin x ആണ്. അപ്പോൾ നമ്മൾ cos² x പകരം sin x എന്ന് എഴുതും. ഇനെന്താ? cos² x ദ ഹോൾ റേസ് ടു 4 ആണ്. അപ്പോൾ sin റേസ് ടു 4x പ്ലസ് 2 sin³ x പ്ലസ് sin² x എന്ന് വന്നു അല്ലേ? ഇവിടെ നമ്മൾ എല്ലാ cos²നെയും sin x ആക്കി, എന്നിട്ട് അതിൻ്റെ റേസ് ടു പവേഴ്സ് ഒക്കെ ഇട്ടും കൊടുത്തു. ഇവിടെ ഇപ്പോൾ 2 എന്ന് പറഞ്ഞ സംഭവം കാണുന്നുണ്ട്, 2 sin³ x എന്ന് പറഞ്ഞ സംഭവം കാണുന്നുണ്ട്. സോ ഇത് കാണുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് a+b ദ ഹോൾ സ്ക്വയർ = a² + b² + 2ab ആണ്. അങ്ങനെ എന്തെങ്കിലും വഴിയുണ്ടോ നമുക്ക് നോക്കാം. സോ ഇവിടെ നമുക്ക് ഇഫിൽ sin x + sin² x തന്നിട്ടുണ്ട്. അപ്പോൾ sin x + sin² x ദ ഹോൾ സ്ക്വയർ എന്താണെന്ന് നോക്കി നോക്കാം. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല. ഇതൊക്കെ നമുക്കൊരു ഊഹാപോഹങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കാം. sin x + sin² x ദ ഹോൾ സ്ക്വയർ = എന്തായിരിക്കും വരിക? sin² x പ്ലസ് sin റേസ് ടു 4x പ്ലസ് 2 sin x sin² x എന്നാണ് വരിക. sin x sin² x എന്ന് വെച്ചാൽ sin³ x എന്ന് വരും. അതായത് sin x + sin² x ദ ഹോൾ സ്ക്വയർ ആണ് ഈ പറഞ്ഞ സംഭവം. sin x + sin² x എന്ന് വെച്ചാൽ 1 ആണെന്ന് നമുക്ക് മുമ്പേ തന്നിട്ടുണ്ട്. സോ 1² = 1. അതായത് LHS = RHS. RHS നമുക്ക് കിട്ടി 1. LHS = RHS, hence proved.